പ്രയാഗ്രാജിലെ ഗംഗാതീരത്ത് രുദ്രാക്ഷമാലകൾ വിറ്റുനടന്ന പെൺകുട്ടി പ്രണയത്തിനായി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അഭയം തേടി വൈറൽ സുന്ദരി മൊണാലിസ. പ്രയാഗ്രാജിലെ ഗംഗാതീരത്ത് രുദ്രാക്ഷമാലകൾ വിറ്റുനടന്ന പെൺകുട്ടിയിൽ നിന്നും സിനിമയിലെ നായികയിലേക്കുള്ള മൊണാലിസ ഭോസ്ലെയുടെ വളർച്ച അതിവേഗമായിരുന്നു. എന്നാൽ സിനിമാ കഥയെ പോലും വെല്ലുന്ന നാടകീയ രംഗങ്ങൾക്കാണ് ഇപ്പോൾ തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് തന്റെ പ്രണയത്തിന് സംരക്ഷണം തേടി കാമുകൻ ഫർമാൻ ഖാനൊപ്പമാണ് മൊണാലിസ പോലീസിന് മുന്നിലെത്തിയത്. ഗംഗാതീരത്തെ രുദ്രാക്ഷ വിൽപ്പനക്കാരിയിൽ നിന്നും വെള്ളിത്തിരയിലെ നായികയിലേക്കുള്ള യാത്രക്കിടയിൽ തന്റെ പ്രണയത്തിനു വേണ്ടി കുടുംബത്തോട് പോരാടുന്ന മൊണാലിസയെയാണ് ഇപ്പോൾ കേരളം കാണുന്നത്. ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിന് ഈ സംഭവങ്ങൾ വലിയൊരു പബ്ലിസിറ്റി കൂടിയായി മാറുകയാണ്. 2025 മഹാകുംഭമേളയ്ക്കിടെ രുദ്രാക്ഷമാലകൾ വിൽക്കുന്ന മൊണാലിസയുടെ വീഡിയോ വൈറലായതോടെയാണ് താരം ലോകശ്രദ്ധ നേടിയത്. ഇന്ത്യയുടെ മൊണാലിസ എന്ന സോഷ്യൽ മീഡിയ വിളിച്ച താരത്തെ കാണാൻ വൻ ജനക്കൂട്ടം എത്തിയതോടെ അന്ന് കച്ചവടം നിർത്തേണ്ടി വന്നിരുന്നു. തുടർന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറി ഉദ്ഘാടനത്തിനായി കേരളത്തിലെത്തിയപ്പോഴും മലയാളികൾ വൻ വരവേൽപ്പാണ് മൊണാലിസയ്ക്ക് നൽകിയത്. സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാനാണ് മൊണാലിസ കേരളത്തിലെത്തിയത്. പ്രമുഖ താരം രാജ്കുമാർ റാവുവിന്റെ സഹോദരൻ അമിത് റാവുവാണ് ചിത്രത്തിലെ നായകൻ. പൂവാറിൽ ചിത്രീകരണം നടക്കാനിരിക്കെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. എറണാകുളത്ത് വെച്ച് പിതാവ് ജയ്സിംഗ് ഭോസ്ലെയുമായി ഉണ്ടായ കടുത്ത തർക്കത്തിനൊടുവിൽ മൊണാലിസ കാമുകൻ ഫർമാനൊപ്പം ട്രെയിൻ മാർഗം തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയായിരുന്നു. തനിക്ക് അച്ഛനിൽ നിന്നും ഭീഷണിയുണ്ടെന്നും സംരക്ഷണം വേണമെന്നും താരം പോലീസിനോട് ആവശ്യപ്പെട്ടു. മഹാരാഷ്ട്ര സ്വദേശിയായ ഫർമാൻ ഖാനുമായി 1.5 വർഷമായി മൊണാലിസ പ്രണയത്തിലാണ്. ഫേസ്ബുക്ക് വഴി തുടങ്ങിയ ഈ ബന്ധത്തിന് വീട്ടുകാർ കടുത്ത എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. മറ്റൊരു വിവാഹത്തിന് വീട്ടുകാർ നിർബന്ധിച്ചതോടെയാണ് സുരക്ഷിതമായ ഇടം എന്ന നിലയിൽ ഇരുവരും കേരളത്തിൽ അഭയം തേടിയത്. ഉത്തരേന്ത്യയിൽ ഞങ്ങളുടെ ബന്ധത്തിന് വലിയ അപകടങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് കേരളം തിരഞ്ഞെടുത്തതെന്ന് ഇരുവരും പോലീസിനോട് വെളിപ്പെടുത്തി. തമ്പാനൂർ പോലീസ് മൊണാലിസയുടെ പിതാവിനെയും സിനിമാ സംഘത്തെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. മൊണാലിസയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിനാൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള നിയമപരമായ അവകാശമുണ്ടെന്ന് പോലീസ് വീട്ടുകാരെ ബോധ്യപ്പെടുത്തി. അച്ഛനെതിരെ ഔദ്യോഗികമായി പരാതി നൽകാൻ മൊണാലിസ തയ്യാറായില്ലെങ്കിലും തന്റെ ജീവിതം ഫർമാനൊപ്പമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞതോടെ പോലീസ് അവരെ സ്വന്തം ഇഷ്ടത്തിന് വിട്ടു.